താങ്കളുടെ വളരെ അടുത്ത സുഹൃത്താണ് തന്നെ ഒരു പടം റിലീസ് ആയിട്ടുണ്ട്. അത് മലയാള ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലും മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത ബി ക്യാപ്റ്റൻ അക്ടറിലാണ് മാർക്ക് റിലീസ് ആയിട്ടുള്ളത്. അത് കണ്ടിരുന്നോ? എന്തെങ്കിലും വിശ്വസ് പറഞ്ഞിരുന്നു? എന്താണ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് അറിയില്ല. ഞങ്ങള് എല്ലാ ദിവസവും സംസാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് ഞങ്ങള് ഇപ്പൊ അജയന്റെ രണ്ടാഘോഷം റിലീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് മാർക്കോട്ട് റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ സിനിമകൾ എങ്ങനെ കേരളത്തിന് പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് ഏറെ കണ്ടിട്ട് തന്നെ ആദ്യം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ണിയാണ്. അതല്ലാതെയും ഇപ്പൊ മാർക്ക് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു രാത്രി 1 മണി ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നും കൂടെ വൈകുന്നേരം കുറച്ച് നേരത്തെ ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ഉണ്ണി ഈ പടത്തിന്റെ രാവിലെ തന്നെ എനിക്ക് ഞാൻ മാർക്കോന്റെ തലേ ദിവസം ഞാൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് പോസ്റ്റ് ഇടയ്ക്കും രാവിലെ തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ച് ഓൾ ദി ബെസ്റ്റ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഉണ്ണി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നുണ്ട് റിലീസിന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ എന്താ പറയാ, ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണിയുടെ ആസ്പിറേഷൻസും ഒക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയുന്നതാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട്. ഒരുപക്ഷെ മറ്റാരും ഇവിടെ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഔട്ട് ഓഫ് കേരള ഒരു സിനിമയെ കൊണ്ട് ട്രാവൽ ചെയ്യാനും അച്ചീവ് ചെയ്യാനായിട്ടും ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആസ് എ ഫ്രണ്ട് ഞാൻ വളരെ പ്രൗഡാണ്. അതേപോലത്തെ ക്യാരക്ടറൊക്കെ ടോവിനോന്ന് പ്രതീക്ഷിക്കാമോ? ചോരയിൽ കുളിച്ചൊക്കെ റെസ്പോൺസ് അല്ല എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. കേരളത്തിന് പുറത്തുനിന്നാണ് കളക്കി നല്ല റെസ്പോൺസ് കിട്ടിയത്. അന്ന് കുറച്ച് ചോരയെ കുളിക്കണമെങ്കിൽ കുളിക്കാം. കഥാപാത്രങ്ങൾ അതിനകത്ത് വരുമ്പോഴാണ്, സിനിമകൾ അതിനകത്ത് വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ ആ സിനിമ ഇറങ്ങിയതിനു ശേഷം വളരെ വയലൻസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ അഡിക്ഷൻ പോലെ, ചോര കണ്ട കയറുക, അത് തന്നെ ഇപ്പൊ അതിന് ഒരു ഫീൽ ഗുഡ് പടം ഇറങ്ങിയാൽ പോലും വയലൻസ് ആണെങ്കിൽ കുട്ടികൾ അതിനകത്ത് കയറാനായിട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മാർക്ക് ഇറങ്ങിയ ശേഷം കാണുന്ന ഒരു പ്രവണത സ്കൂളിലെ കുട്ടികളായാലും ശരി കോളേജിലെ വിദ്യാർത്ഥികളായാലും ശരി ആ സിനിമയാണ് പ്രിഫർ ചെയ്യുന്നത്. വയലൻസ് എന്നുള്ളൊരു എന്താ ഒരു അഡിക്ഷൻ പോലെ. സിനിമയാണ് അതിന്റെ ടെക്നിക്കലിയും അതിന്റെ പെർഫോമൻസസും അതൊക്കെ കൊണ്ടാണ് ആ വയലൻസ് പിരിവുകളായിട്ട് തോന്നിയത്. അല്ലാതെ വയലൻസ് ഇറ്റ്സെൽഫ് അല്ല ആ സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് അത് നല്ല കാര്യകൊണ്ടാണ് അത് വിജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വയലൻസ് സിനിമയിൽ ഒന്നും നമ്മളെ കാണുന്നതൊന്നും ശരിക്കും നടക്കുന്നതല്ലോ. ഇതൊക്കെ മേക്ക് ബിലീഫാണ്. ആ മേക്ക് ബിലീഫിൽ അത്രയും വിജയകരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതുകൊണ്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഏത് ഇമോഷനാണെങ്കിലും ഏറ്റവും നന്നായിട്ട് ആൾക്കാരെ അത് വിശ്വസിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുപോലെ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അല്ല, അവൻ ഇപ്പോ ക്രിസ്മസ് കോട്ടയത്തും അത് കഴിഞ്ഞ വയനാടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ അവൻ വയനാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സമയം കൊടുത്തു എല്ലാ സിനിമയും കണ്ടിട്ട് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. അവൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ I have a question. It's not actually a question. It's kind of a feel. What do you think now? So today you are in theater and the people were just reacting in a wonderful way. And the thing is that when we are scrolling social media from morning, we could see that there are 3 top points which is described in social media. One is about the making of the movie, and the second one is of Tovi's performance in the movie, and one is of your performance in the movie. And what do you feel? I think recently you didn't get kind of welcoming from Kerala, or you didn't get a kind of thing from Kerala. So what do you think by this? அப்படி ஒன்றும் இல்லை. லாஸ்ட் படம் அட்லீஸ்ட் ஒரு வருஷம் ஆயிடுச்சு ஃபர்ஸ்ட் ரிலீஸ் ஆகி பண்ணுறேன். அண்ட் இந்த படம் வந்தோடனே நான் ஆமாம் சொன்னேன். பிகாஸ் ஐ சா ஆக்சுவலி ஆக்டர் இருக்கும்போது we just don't choose just for the heck of it. இப்போ ஒரு பே செக் மட்டும் இந்த ராஜினாமா வர படம் எடுக்கிறது. நான் டீம் பார்த்த உடனே எனக்கு புரிஞ்சு போயிடுச்சு. செட்டுக்குள்ளே வந்த உடனே எனக்கு புரிஞ்சு போயிடுச்சு எவ்வளோ நல்ல செட் இருக்கு. நாட் ஜஸ்ட் டாக்கிங் அபவுட் டோபி ஆர் Archana, Gopika, Shamikar Gatsar, or the cast. I'm talking about crew. They're all so good at their job. And the confidence in the chair to do this. And rather, the playing or set, the dream is so big.
And final, நீங்கள் படத்தை பார்க்குறீங்க, நான் ரியலாக பார்த்துருக்கேன். I said, and to do something like that was amazing in career-ல. So இந்த படத்தில் ஸ்டோரியும் பிரமாணமாக இருந்துச்சு, ஆக்டிங், I mean, மலையாளம் actors, they are another level of acting and movie making. எனக்கு it's a privilege to be a part of this industry. இது என் ரெண்டாவது படம் தான். நான் வெயிட் பண்ணேன் ரொம்ப டைமுக்கு இந்த இண்டஸ்ட்ரிக்குள்ளே வரதுக்கு, because I always revered மலையாளம் actors. Last படம் மம்முக்கா கூடுவே, he's a legend. And அடுத்த படம் டோபி, he'll be an upcoming legend in the future. I'm telling this not because he's my friend, but having said that, no, I mean it. நான் அவர் கூட நடிச்சிருக்கேன். நான் உண்மையை சொல்றேன், என் 18 வருஷத்துல ஃப்ரெண்ட்ஸ் இருக்காங்க இண்டஸ்ட்ரியில. நான் உண்மையை சொல்றேன், இதெல்லாம் நடந்தது செட்டுக்குள்ள. நான் I've been good with most 99% of the actors I work with, but I never collaborated with another actor like Toby. நான் உண்மையை சொல்றேன், இதை சொல்றேன்னா in between shotல Toby அப்புறம் நம்மளோட தொழில் பத்தி நம்ம பேசுவோம், about our work, not fame, not that செட்டுக்குள்ள என்னால நம்மளோட எக்ஸ்பீரியன்சஸ் இருக்கு, அதோட நான் பேசுறேன். இப்போ ஃபார் எக்ஸாம்பிள் Toby மின்னல் முரளியில் வந்திருந்தாங்க, அது ஒரு சூப்பர் ஹீரோ ஃபிலிம். நான் ஹனுமான் பண்ணிட்டு வந்தேன், அந்த படத்துல நான் வீரனா இருந்தேன். பட் வி போத், நீங்க ஃபிலிம் பத்தி தான் நம்ம பேசுறோம், லைக் வாட் ஆர் த டிஃபிகல்டிஸ் இன், அண்ட் அந்த சூட் எப்படி இருக்கு, நீங்க என்ன பண்ணீங்க, ஆக்ஷன் ப்ராஜெக்ட் இருந்துச்சு. திஸ் இஸ் ஆல் அட் ஒர்க். ஐ ஹவ் நாட் ஹேட் திஸ் கான்வர்சேஷன் வித் எனி அதர் ஆக்டர், அண்ட் ஐ திங்க் நம்மளோட பில்டிங் ஆஃப் அவர் ஃப்ரெண்ட்ஷிப் ஸ்டார்டட் வித் தட். ஸோ அவரோட தொழில் பற்றி, என்னோட அவர் தள்ளுமல்லா அப்புறம் 2018 வாஸ் அவர் என்னெல்லாம் பண்ணாங்கன்னு ஐ வாஸ் ஸோ அமேஸ்ட். உங்களுக்கு தெரியாது, இந்த ரூம்ல இந்த ஹோட்டல்ல ஒரு நாள் பிரேக் இருக்கும்போது அவர் எனக்கு ஏஆர்எம் காட்டினாங்க பிஃபோர் த ரிலீஸ். நான் பார்த்தோன்னு நான் சொன்னேன், இந்த படம் சூப்பர் இருக்காங்க. And the same way I felt about identity, because the script is key. என்ன இருந்தாலும் the script will carry it. At the end of the day, you will watch the script. So it built on that with Toby. So I'm enjoying it over here. And this movie also, இன்னைக்கு பார்த்தேன், I think congratulations to the crew and the cast. They've done a perfect job. And I enjoyed working with all. ഇതിനു മുമ്പ് നമ്മുടെ അജയേട്ടൻ്റെ കൂടെ പടം ചെയ്തിട്ടുണ്ടെങ്കിലും കോമഡി റോളിലാണ് അജയേട്ടൻ വന്നത്. പക്ഷേ ഈ ഒരു സിനിമയിൽ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഞെട്ടി, കാരണം അത്ര ഗംഭീരമായിട്ടാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ നേരിട്ട് കണ്ടപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഞങ്ങള് കുറേ നാളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്, ഞങ്ങൾ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ സിനിമകൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു 2018 അതിലൊരു കോമഡി ക്യാരക്ടറായിട്ടല്ല ക്യാരക്ടർ. പക്ഷെ നിങ്ങളധികം കോമ്പിനേഷൻ ഇല്ലല്ലോ 2018. കുറച്ചൊക്കെ ഞങ്ങൾ മറ്റേ മദാമി സാഹിബായിട്ട് വീട്ടിലേക്ക് വരുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആസ് എൻ ആക്ടർ എനിക്ക് ഒരുപാട് ആർട്സ് ക്ലബും ഞാൻ തിയേറ്ററിൽ പോയിട്ടുള്ള സിനിമ, അവിടെ നിന്ന് ഐഡന്റിറ്റി വരെ വരുമ്പോഴത്തേക്കും ഇത്രയും തരം ക്യാരക്ടേഴ്സ്, എനിക്ക് കൃത്യമായിട്ട് എത്ര സിനിമ അദ്ദേഹം ചെയ്തിരുന്നെന്ന് അറിയില്ല, പക്ഷെ ഇത്രയും തരം ക്യാരക്ടേഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട് കുറേ സിനിമകളിൽ സീരിയസ് ആയിട്ടും കോമഡി ആയിട്ടും ഒക്കെ, അത് ഒരു ആക്ടറിനകത്ത് ഒരു ലിമിറ്റേഷൻ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ പലതരം സിനിമകൾ അദ്ദേഹം ചെയ്യുന്നതിൽ പലതരം ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്യുന്നതിലും ഞാൻ വളരെ ഹാപ്പിയാണ് ആസ് എ ഫ്രണ്ട്. ഞാൻ ഈ സിനിമയിലാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്ത് സീനിൽ മാത്രമേ ഈ സീരിയസ്നെസ് ഉള്ളൂ, അല്ലാത്ത സമയത്ത് നമ്മളെല്ലാവരും സിനിമ സീരിയസ് ആയതുകൊണ്ട് ലൊക്കേഷനിൽ സീരിയസ് ആണെന്ന് ഞാനൊരു നിർബന്ധമില്ല. ഈ സിനിമ പ്രത്യേകിച്ച് സീരിയസ് സിനിമയാണെങ്കിൽ ലൊക്കേഷനിൽ ഭൂരിഭാഗം സമയം ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പോൾ എല്ലാ സിനിമയിലും ഇതിലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹമായിട്ട് ഒരുമിച്ച് സീൻസ് ചെയ്യുന്ന സമയത്ത്.